ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോംസ് വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ബേബിക്കോൺ. ബേബിക്കോൺ വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷാണ്. എല്ലാം റെഡി ആണല്ലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ബേബിക്കോൺ കട്ട് ചെയ്യാം. ബേബിക്കോൺ നമുക്ക് ആദ്യം നടു കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യണം. നന്ന കുഞ്ഞിതാവാനും പാടില്ല, ജസ്റ്റ് നടു കട്ട് ചെയ്യുക. അതിൽ വലുപ്പമുള്ളതിൻ്റെ 4 പീസ് ആക്കണത്. അത് കഴിഞ്ഞ് ഏകദേശം 1 ഇഞ്ച് നീളത്തിൽ നമുക്ക് പീസുകളാക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ ബേബിക്കോണും കട്ട് ചെയ്യാം. അങ്ങനെ ബേബിക്കോൺ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മാരിനേറ്റ് ചെയ്യാനുള്ള കാര്യം നോക്കാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലവർ. അത് കഴിഞ്ഞ് അതിൽ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതിൽ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇടണം. നമ്മളിപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്, ബാക്കി നമുക്ക് നോക്കിയിടാം. പിന്നെ ഈ മിക്സർ മിക്സ് ചെയ്യാനായിട്ട് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഓവറായിട്ട് ഇങ്ങനെ വെള്ളം പോലെ ആവരുത്. അതായത് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി യൂസ് ചെയ്യുന്നത്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബേബിക്കോൺ നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യും. എന്നിട്ടൊരു 15 മിനിറ്റ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞ ഒരു 15 മിനിറ്റോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഫ്രൈ ചെയ്യാം. നമ്മളൊരു പാൻ വെച്ചിട്ട് അതിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നമുക്ക് ഇത്ര നേരം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്വീറ്റ് കോൺ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അത് നന്നായി മാരിനേഷൻ പിടിച്ചിട്ടുണ്ട്, നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നന്നായി ഇളക്കിയിട്ട് കൊടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഇതെടുക്കാം. നന്നായി ബ്രൗണായി വന്നിട്ട് നമുക്കത് എടുക്കാൻ നോക്കാം. നമ്മൾ ബേബിക്കോൺ വറുത്ത് കഴിഞ്ഞതിന് ശേഷം ആ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചിട്ട് നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു 10 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കഷ്ണം നീളത്തിൽ അരിഞ്ഞാണ് അത് നമ്മൾ ആദ്യം ഇടുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് ഒരു പച്ചമുളക്, അത് എരി കൂടുതലാണെങ്കിൽ 1/2 ഭാഗത്താൽ മതി. എരി കുറഞ്ഞ പച്ചമുളക് ആയിരുന്നു ഞാൻ 1 മുഴുവൻ ഇടുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ ഫുൾ ടൈം ഹൈ ഫ്ലെയിമിലായിരിക്കണം. അത് ജസ്റ്റ് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഒരു സവോള ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടുള്ളത് നമ്മൾ ഇടുന്നു. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സബോള ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിടാം. പേരിന് ഉപ്പിട്ടാൽ മതി. എന്നിട്ട് നമ്മളിതിൽ സോസും കറിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൽ ഉപ്പും കറിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ സമയത്ത് തീയൊന്ന് ഫുള്ളായിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് സോസുകൾ ആഡ് ചെയ്യാം. ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ സോയ സോസാണ്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, റെഡ് ചില്ലി സോസാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇത്രയും സാധനം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് നന്നായി ഇളക്കി വെച്ചിട്ട് വീണ്ടും ഹൈ ഫ്ലെയിമിലാക്കി വയ്ക്കുക. എന്നാൽ ഈ സോസിൻ്റെ ഒരു സ്മെല്ലുണ്ട്, അത് പോകണം. അല്ലെങ്കിൽ നമുക്ക് ആ സോസിൻ്റെ കുത്ത് വരും. അത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആഡ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത വെച്ചിട്ടുള്ള കോൺഫ്ലവറൊക്കെ മിക്സ് ആക്കിയിട്ടുള്ളത് 3/4 കപ്പ് വെള്ളം മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ കളർ ചേഞ്ച് ആയി വരുമ്പോൾ തന്നെ നമ്മുടെ ബേബിക്കോൺ വറുത്ത് വെച്ചിട്ടുള്ളത് മൂന്നായിട്ട് നമ്മളതിൽ മിക്സ് ചെയ്യും. ബേബിക്കോൺ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്നത് ക്യാപ്സിക്കം നമ്മൾ 1/2 ഭാഗം ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്, അത് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം. അതിന് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം.
മിനിറ്റോളം ആയിട്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഗ്രേവി മോഡലാണ്. ഇനിയിപ്പോൾ ഇത് ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഡ്രൈ ആക്കി എടുക്കാം. നമ്മളിപ്പോൾ ഈ ഗ്രേവി മോഡലിൽ എടുക്കുന്നത്. അപ്പോൾ അതിൽ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 4 തണ്ട് നമ്മുടെ മല്ലിയില. ഇതാണ് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്നത്. അതായത് നല്ല സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ചില്ലി ബേബിക്കോൺ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറിങ് ചെയ്യുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.